വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡ്രീം കോക്കനട്ട് കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ 1.25 കപ്പ് മൈദയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നല്ലൊന്ന് അരിച്ചെടുക്കുക. ഒരു മിക്സിയുടെ ജാറ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നടിച്ചെടുക്കുക. ഇതിലേക്ക് മൈദയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊന്ന് അടിച്ചെടുക്കുക. 4 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് അടിച്ചെടുക്കണം. കേക്കിൻ്റെ ട്രേയിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഫ്രൈ പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 100 ഗ്രാം ശർക്കര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. വേറൊരു പാനിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിന് പകരം ബ്രൗൺ ഷുഗർ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാധാ തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ 45 മിനിറ്റ് ആയപ്പോഴേക്കും ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ ഫില്ലിങ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.